അപ്പോൾ ഹലോ, മിൽക്ക് ഫ്രൂട്ടിനെ കുറിച്ചായിട്ടെന്ന് ഞാൻ പറയണത്. അപ്പോൾ എങ്ങനെയാണ്, എന്താണ്, അതിൽ പാല് വരുന്നുണ്ടോ, അല്ലെ മിൽക്ക് വരുന്നോണ്ടാണോ ഈ ചിത്രത്തിലൊക്കെ കാണുമ്പോൾ അതിൽ മിൽക്ക് തന്നെയാണോ ഈ ഒലിച്ചിറങ്ങുന്നത് ഒക്കെ, അതല്ല കേട്ടോ. ഇതിൻ്റെ ഒരു സൈസ് ചെറുതായിട്ടൊരു കറയാണത്. അപ്പോൾ അത് നല്ലോണം പഴുത്തിട്ടില്ലെങ്കിൽ അതാണ് ഒരു മിൽക്ക് മാതിരി ഇങ്ങനെ തോന്നുന്നത്. നല്ല പഴുത്തിട്ടാണത് കഴിക്കൽ. ഒരു കറൻ്റെ ഒരു ഇതുണ്ട് അതിന്. ഈ സപ്പോട്ടക്കൊക്കെ ഒരു കറയില്ലേ, അതേമാതിരി ഒരു കറുള്ള ഒരു പഴമാണ്. അപ്പോൾ നല്ല പഴുത്തിട്ടില്ലെങ്കിൽ നല്ല കറൻ്റെ ഒരു ചുവ വരും. അപ്പോൾ അതുകൊണ്ടാണ് പഴുത്തിട്ട് നന്നായിട്ട് പാകമായതിന് ശേഷം മാത്രം കഴിക്കണം എന്ന് പറയുന്നത്. നല്ല ഫ്രൂട്ടാണ്, ഒരു ആവറേജ് നല്ല മധുരമുണ്ട്. അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ വെച്ചാൽ നല്ലൊരു ഭംഗിയാണ്, മുറ്റത്തൊക്കെ വെച്ചാൽ നല്ല ഭംഗിയാണ്. കാരണം അതിൻ്റെ അതിൻ്റെ ലീഫ് പ്രത്യേക അടിയിൽ ഒരു ഗോൾഡൻ കളറും മേലെ ഒരു പച്ച കളറുമാണുള്ളത്. അപ്പോൾ ഇത് രണ്ട് സൈസ് ഉണ്ട്, ഒന്ന് പർപ്പിൾ കളറും ഒന്ന് ഗ്രീനും. അപ്പോൾ ചിലർ പറയുന്നത് പർപ്പിൾ കളറാണ് ഈ പച്ച മിൽക്ക് ഫ്രൂട്ടിലാണ് ടേസ്റ്റ് എന്ന് പറയുന്നത്. അത് എനിക്ക് തോന്നുന്നത് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റല്ലേ. നമുക്ക് ഓരോ ഭക്ഷണം പിങ്ക് ടേസ്റ്റുള്ള ചിലപ്പോൾ മറ്റുള്ളവർക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ കഴിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ടേസ്റ്റ് ചെയ്താൽ മനസ്സിലാവുള്ളൂ. അപ്പോൾ ചിലർ പറയുന്നുണ്ട് പർപ്പിൾ കളറാണ് ഒന്നുകൂടി ടേസ്റ്റ് എന്ന് പറഞ്ഞു. ഏതായാലും നല്ല ഫ്രൂട്ടാണ്, നമ്മൾ വീട്ടിലേക്ക് ഒന്നുണ്ടാണ്, നല്ലതാണ്, വെക്കണത് നല്ലതാണ്. കുട്ടികൾക്കും നമുക്കൊക്കെ കഴിക്കാം. അത്യാവശ്യം നല്ല ഫ്രൂട്ടാണ്, നല്ല അത്യാവശ്യം വലുപ്പമുണ്ട്. അപ്പോൾ തന്നെ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാൻ. മുറ്റത്തൊക്കെ വെക്കുകയാണെങ്കിൽ കുറച്ച് സ്ഥലം വേണം കേട്ടോ ഇതിന്. വെക്കുമ്പോൾ ഏത് ചെടീൻ്റെ മതിൽ ചെറുതാണെങ്കിലും അത്യാവശ്യം വലുപ്പം വെക്കുന്ന ചെടി തന്നെയാണിത്. ഈ സപ്പോട്ടൊക്കെ പോലെ അതിലാരും കുറച്ചും കൂടി ഒക്കെ നല്ല. അപ്പോൾ ആ ഒരു സ്ഥലം കണ്ടിട്ട് വേണം നമ്മൾ വെക്കാൻ. മരത്തിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുപോയി വെക്കരുത്. പിന്നെ കുറച്ച് വെയിലും പിന്നെ നീർവാർച്ചക്കുള്ള സ്ഥലമാണെങ്കിൽ ഏറ്റവും നല്ലത്.